ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാത്രിയിലത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. നമ്മളത് ഈ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്, സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഹാംബർഗ് സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് കാസൽ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഫോട്ടോ ആണോ? ഓ ഭയങ്കര സ്റ്റൈലാണല്ലോ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇറങ്ങാം. വേറെ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അവിടെ. ഇവിടെ 2-3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. ഇതായിരുന്നു റൂം. നമ്മളിതിൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പൈസയ്ക്ക് അങ്ങനെ ടെൻഷനുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മളിവിടെ താമസിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോലും ആരും വന്നിട്ടില്ല. അപ്പം നമ്മൾ തന്നെ പോയി പൈസ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസമൊക്കെ കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എന്ത് ആപ്പിൾ മരം? ഓ ഇതാണല്ലേ, പേരയ്ക്കാ പോലെ ഉണ്ടല്ലോ. കണ്ടിട്ട് ആപ്പിളാന്ന് തോന്നുന്നു. അടുത്ത ഗസ്റ്റ് വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർ പോവാണോ? ശരി എന്നാ. ഹലോ ഹലോ ഹലോ. You are Tijo. Yeah, Tijo. Okay. Yes. So just let me see what. Yeah. Oh, okay. Okay, ഇവിടെ അല്ലേ, നമ്മളെന്തിനാ കാണിച്ചല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്ലേസിനോട് യാത്ര പറയുകയാണ്. വണ്ടർഫുൾ സ്റ്റേ. ജർമ്മൻകാരെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് നമുക്ക്. പക്ഷേ നമ്മളെ കണ്ട ഉടനെ ഒരു പുള്ളിക്കാരത്തി ഒരമ്മച്ചി വന്നിട്ട് ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. അവർക്ക് എന്തായാലും ഇന്ത്യയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു. അതൊന്നും നമ്മളോട് പറഞ്ഞു തന്ന ഒരു ജർമ്മൻകാരനാട്ടോ. എന്തായാലും നമ്മളവിടെ നിന്ന് വണ്ടി മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി ഇവന്മാർ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ തിരിച്ചു പോകും. ഇതാ നമ്മളിപ്പോൾ പാർക്ക് ചെയ്തേക്കുന്നത് ഈസി പാർക്ക് എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ സ്വീഡനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് എനിക്കൊന്ന് യൂറോപ്പിൽ ഫുള്ളുണ്ടെന്ന് തോന്നുന്നു. €2 കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻറ്റ് മിഖായൽ ചർച്ച് എന്നറിയപ്പെടുന്ന ഹാംബൂർഗിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ദേവാലയത്തിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു റോമൻ കാത്തലിക് ദേവാലയമായിട്ട് പണികഴിപ്പിച്ച ഈ ഒരു ചർച്ച് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ദേവാലയമായി മാറുകയായിരുന്നു. ഏകദേശം 132 മീറ്റർ ഉയരമുള്ള ഈ ഒരു ചർച്ചിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഹാംബൂർഗിലെ തന്നെ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2500ഓളം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സൗകര്യവും ഈ ചർച്ചിലുണ്ട്. ഇവിടുത്തെ പിള്ളേർക്ക് വിശ്വാസം ഇല്ലെന്നൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ. പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട്. ജർമ്മനിയിൽ എന്തായാലും ബെറ്ററാന്ന് തോന്നുന്നു. സ്വീഡനിലെ കാര്യം വളരെ പരിതാപകരമാണ്.
കുഞ്ഞപ്പായ്, നിനക്ക് പിന്നിൽ അനേകം കുരുന്ന് കണ്ണുകളുണ്ടടി. കുഞ്ഞപ്പായ, അപ്പോൾ നമ്മൾ ടവർ കാണാൻ പോകാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി ഹാംബൂർഗ് നഗരം മുഴുവനായിട്ടും കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 132 മീറ്റർ നമുക്ക് നടന്നു കയറാൻ പറ്റില്ല. അതിന് ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും. മുകളിൽ നിന്നുള്ള വ്യൂസാണ്. ഫുള്ള് ഹാംബർഗ് സിറ്റി ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അവിടെ ഹാംബർഗ് പോർട്ടാന്ന് തോന്നുന്നു. കണ്ടെയ്നർ ടെർമിനലും എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ടവറിന് മുകളിൽ നിന്നും കാണാനായിട്ട് സാധിച്ചത്. ഇത് ഫ്രീ അല്ല കേട്ടോ, ഇതിനൊരു ചെറിയ ചാർജ് ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു പേടി പറയുന്നത് കാഴ്ചയ്ക്കായിട്ട് പള്ളിയിൽ കയറണ്ട, പ്രാർത്ഥിക്കാനായിട്ട് മാത്രം വേണമെങ്കിൽ കയറിയാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഇറങ്ങി പോരുകയാണ്. സൂനിയർ ഷോപ്പ് അല്ലേ? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നും ഹാംബൂർഗിൻ്റെ ഫുള്ള് വ്യൂസ് നമുക്ക് കിട്ടും. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പുറകിൽ കാണുന്നതാണ്, കാണാൻ പറ്റുന്നില്ലേ? പാർക്കിംഗ് വണ്ടി എടുത്തുകൊണ്ട് പോയോ? ഓക്കെ, കൊള്ളായിരുന്നു. നമുക്കിനി അധികം നേരം ഹാംബൂർഗ് സിറ്റിയിൽ ചിലവഴിക്കാനായിട്ടില്ല. നമ്മളൊരു ഹാഫ് ഡേ ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാസൽ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് സന്ദർശിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഇവിടെ അടുത്തൊരു പൂന്തോട്ടമുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഒരു ഗാർഡൻ കൂടി നമ്മൾ സന്ദർശിച്ചിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണ്. കൂടുതലും റോസാ ചെടികളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം.
ഹാംബുർഗ് സിറ്റിയിലെ കാഴ്ചകളൊക്കെ മതിയാക്കി നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കാസലിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ സിറ്റിയിൽ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. നമുക്കിവിടെ റോഡ് സൈഡിലോ അല്ലെങ്കിൽ കടയുടെ വെളിയിലോ ഒക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ പാർക്കിങ്ങിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, ചില ബിൽഡിങ്ങുകളുണ്ട്. അതിന് പല നിലകളിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 മണിക്കൂർ അവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ പോകുന്ന വഴിയിൽ അന്ന ഫ്രാങ്കിൻ്റെ ശവകുടീരവും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോബാനിൽ നടന്ന ഒരു ആക്സിഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓട്ടോബാനിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. എടാ, ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അകത്ത് ഇവിടുത്തെ നമ്പർ പോയി പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമ്മൾ പൈസ കൊടുത്താൽ മതി. ഭയങ്കര വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പൈസ കൊടുത്താൽ മതി പെട്രോൾ അടിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.